ഹലോ, അപ്പം നമ്മൾ എത്ര നാളായി കണ്ടിട്ടല്ലേ? കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്നിട്ട് കോലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചു, ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിറം ഇട്ട് കൊടുക്കുകയാണ്. ഈ സിറം ഞാൻ എൻ്റെ വല്ലപ്പോഴും ആഴ്ച ഒരിക്കലൊക്കെ ഇടാറുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്ത്. ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ ചെയ്താൽ പിന്നെ ഭയങ്കര മടിയാണ്. അപ്പം കണ്ടിന്യൂസ് ഇടാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് പറയാത്തത്. പക്ഷേ നല്ല പ്രോഡക്റ്റാണ്. ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോസാറക്സിൻ്റെ ഈ ഒരു സംഭവം ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ മിക്ക ദിവസവും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. നല്ലതാണ്, നല്ല നമ്മുടെ ഒരു സ്കിന്നിൽ ഹൈഡ്രേഷനൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇക്കാക്ക് കുറച്ച് കൊടുത്തു, ഇനി ഞാൻ ഇടാൻ പോകുന്നു. ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഈ ഡെർമാക്കോണിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. ഒരു ഏകദേശം 1-2 വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ചേ എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ട്, ബട്ട് തീരാറായി. ഓർഡർ ചെയ്തിട്ടില്ല, ഇനി ഓർഡർ ചെയ്ത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. നമുക്കൊരു ഗ്ലോ ഒക്കെ കിട്ടും ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ. സെറ്റ് ലിപ്സ്റ്റിക്കിന് മുമ്പേ ലിപ് ബാം ഇടണം. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. തല വെട്ടിയില്ല, വണ്ടി വന്നു കേട്ടോ. അങ്ങനെ സമയം ഇപ്പം ഏകദേശം ഒരു 9:15 ഇവിടെ അൻസുണ്ട്. അപ്പോൾ അവൻ്റെ ഫാമിലിയൊക്കെ നാളെ വരുവാണ്. വേറെ റൂമിലോട്ട് മാറി. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് സൺഡേ ആണ്. അപ്പം ഇക്കാക്കും ഓഫാണ്, അപ്പോൾ എനിക്ക് പോകണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവനൊരു ബെഡ്ഷീറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഇഷ്ടംപോലെ ഈന്തപ്പനകളുണ്ട്. അപ്പം വില്ല ഏരിയയാണ്. ഞാൻ നല്ലോണം ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ പോയിട്ട് കഴിഞ്ഞ വർഷം പോയിട്ട് ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പോയിട്ട് പറിക്കണം. അപ്പോൾ അങ്ങനെ അതാണ് മെയിനായിട്ടുള്ള എൻ്റെ ലക്ഷ്യം. നമ്മള് ചായ കുടിച്ചില്ല. അപ്പം ചായ കുടിച്ചിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഷഹാമയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു ചെറിയ കഫ്റ്റീരിയ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. നമ്മള് സിംഗർ ക്ലബ്ബാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നീ അങ്ങനെയല്ല കഴിക്കുന്നോ? എനിക്ക് ഒരു പീസ് മതി. എനിക്ക് വേണ്ടി വെച്ച ഈത്തപ്പഴം പറിച്ചെടുക്കാൻ വേണ്ടി ഒരു കവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറിച്ചുകൊണ്ട് പൊക്കിവിടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ കവർ എടുത്ത് വെച്ചു. പറിച്ചുകൊണ്ട് പോവാമെങ്കിൽ പറിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈന്തപ്പനയാണോ അവൻ പറഞ്ഞത്? ഈന്തപ്പനയില ഈത്തപ്പഴം പറിക്കാനാണ് ഞാൻ ഈ കവർ കൊണ്ട് പോകുന്നത്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ചൂട്. സ്വിമ്മിംഗ് പൂളാണോ? നമ്മൾ ചെല്ലുന്ന സമയത്ത് അവനിങ്ങനെ റൂമൊക്കെ ഓരോന്ന് ഒതുക്കിയും പറക്കിയൊക്കെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ ഈത്തപ്പഴം പറിക്കാനുള്ള മിഷൻ ഫെയില്യൂർ ആവുന്നുണ്ടോ ഗൈസ് അറിയാൻ വയ്യ. കാരണം ഭയങ്കര വെയിൽ. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ജലദോഷമാണ്. അപ്പം ഞാൻ തണുപ്പ് കുറച്ചിട്ട് ഒരു ബ്ലൂബെറി മൊഹിറ്റോയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ കോലൊന്ന് നോക്കണ്ട, അത്രയ്ക്ക് ചൂടാണ് പുറത്ത്. വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈത്തപ്പഴം പറിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻസുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഈത്തപ്പഴം പറിച്ചു കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഏരിയ പോയപ്പോൾ ഇത്ര ഈത്തപ്പഴം ഇല്ലായിരുന്നു. തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയുണ്ട്. പക്ഷേ അവിടെ ഫുള്ള് മരങ്ങളിൽ ഈത്തപ്പഴം നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നിങ്ങൾ തറയിൽ വീണിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ പറിച്ചത്. ആദ്യം കാണിച്ചത് വേറൊരു ടൈപ്പ് ഈത്തപ്പഴമാണ്, ഇത് വേറൊരു ടൈപ്പാണ്, ഉരുണ്ട ഈത്തപ്പഴമാണ്. അങ്ങനെ ഇന്ന് പഴുത്തിട്ടില്ല, ഇനി കൊണ്ടുവന്ന് പറിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാം. വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പെർമിഷൻ ചോദിച്ചിട്ട് പറിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളിതാ ഈ കൊലയിൽ നിന്നാണ് പറിച്ചത് കേട്ടോ. ഇനി ഇത് ആ കൊലയിലുണ്ട്, ഇത് അതിലൊക്കെ ഫുള്ള് നിൽപ്പുണ്ട്. അതുപോലെ കുറേ അങ്ങോട്ടൊക്കെ ഉള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ ഇനി തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ്. ഈ ഡേറ്റ്സ് എല്ലാം പറിച്ചിട്ട് വണ്ടി കയറിയപ്പോൾ എൻ്റെ പിറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫുള്ള് പൊടിയായിട്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ച് വരുമ്പോൾ നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് നമ്മളൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ വൈകിട്ട് ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ്. പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു ഞാൻ വാങ്ങിയത്. എനിക്ക് ബീഫ് കഴിച്ചുകൂടാ. അപ്പോൾ ഇക്കായൊക്കെ ബീഫാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ മദീന ചെയ്ത് മോള്. അപ്പോൾ അങ്ങോട്ട് പോയി ഇക്കാക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. എന്നിട്ട് പിന്നെ അവിടെയൊക്കെ ഉള്ള കുഞ്ഞു കടകളിലൊക്കെ കയറി. ഇത് സിൽവറിൻ്റെ ഒരു ഷോപ്പാണ്, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പം മിക്കാരൊരു സിൽവറിൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തു. നെഹിയാനൊരു മാല നോക്കി, ബട്ട് വാങ്ങിയില്ല.
കൊള്ളായിരുന്നു കേട്ടോ അത്, പക്ഷേ ചെറുതായിരുന്നു. പിന്നെ ഇക്കാക്കൊരു ഷൂ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേ സ്കെച്ചേഴ്സിൻ്റെ, ബട്ട് ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറിയപ്പോൾ ഓഫർ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയില്ല. പിന്നെ എനിക്കൊരു ലാപ്ടോപ്പ് ബാഗ് വാങ്ങിക്കണമായിരുന്നു, അതും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ലാപ്ടോപ്പിൻ്റെ സൈസ് ഒന്നും നോക്കിയിട്ടല്ല വന്നത്, അത് സ്യൂട്ടാവില്ല. എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴയതായി. തിരിച്ച് വീട്ടിൽ പോവാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ആളുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ മദീന സീസ് മോളിലാണ് ഇത്രയും തിരക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ, എപ്പോഴും തിരക്ക്. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മോളിൽ നിന്നൊക്കെ വന്നിട്ട് ഇതാ കിടക്കാൻ പോവുകയാണ്. ഇക്കാക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ, അലീഷ എല്ലാവരും നാട്ടിൽ പോയി, അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൻ ഒറ്റയ്ക്ക് ആവുന്നതുകൊണ്ട് എന്താ ഇക്ക മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസം ഞാൻ വർക്ക് ഫ്രം ഹോമാണ് 2 ദിവസം, ബാക്കി ഇക്ക ഉണ്ടാവും. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് വേറെ ഒന്നുമില്ല, ഫുഡൊന്നും കഴിച്ചില്ല, നമ്മൾ വൈകിട്ടല്ലേ കഴിച്ചതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല. വന്നിട്ട് കുറേ വെള്ളം കുടിച്ചു, ഭയങ്കര ചൂടാണ് പുറത്തപ്പം, ഞാൻ ദാഹിക്കും, വെള്ളം ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ വന്നിട്ട് കുറേ വെള്ളമൊക്കെ കുടിച്ച് കിടക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മാക്സിമം വീഡിയോസൊക്കെ അങ്ങോട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. എന്താണ് സംഭവം, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടാറ്റാ, സീ യു.